ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വൺ ഡേ ട്രിപ്പിൻ്റെ സെക്കൻഡ് ലൊക്കേഷൻ വരുന്നത് ജെയിൻ ടെമ്പിളാണ്. ചിത്രാൽ റോക്ക് ജെയിൻ ടെമ്പിൾ. അപ്പോൾ അവിടേക്കുള്ള പോകുന്ന ഇതാട്ടോ ഞങ്ങൾ പോവുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് തൃപ്പരപ്പ് വാട്ടർഫോൾ ആട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു 3:10 ആയപ്പോഴാണ് ഇറങ്ങിയത്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ കൊണ്ടുപോയ ഫുഡ് ഉണ്ടായിരുന്നു, ഉപ്പുമാവ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു തൃപ്പരപ്പ് വാട്ടർഫോൾ അവിടെ നിന്നൊരു ഏകദേശം ഒരു 20 മിനിറ്റാണ് ദൂരമുള്ളത് നമ്മൾ ഈ ജെയിൻ ടെമ്പിളിലേക്ക്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ട്, തൃപ്പരപ്പ് വാട്ടർഫോൾ. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇതാണ് മെയിൻ എൻട്രൻസ് ജെയിൻ ടെമ്പിളിൻ്റെ. നമ്മൾ എത്തിയപ്പം ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കയറാൻ പോവാണ്. ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല, ഫ്രീ ആണ്. പക്ഷേ ഒരാൾ നിൽക്കുന്നുണ്ട്. നമ്മൾ വല്ല പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കവറിലെ. അങ്ങനെ രണ്ട് സൈഡിലും നല്ല പച്ചപ്പ് തോന്നുന്ന മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലുള്ളൊരു സ്ഥലമാണ്. അടിപൊളിയാണ്. താഴെ നല്ല കല്ലില്ലേ, കരിങ്കല്ലിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അടുക്കി പോലത്തെ നടക്കാനുള്ള സ്ഥലം. കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ 2 സ്റ്റെപ്പ് അങ്ങനെയാണ്. നമുക്ക് അത്ര ബോർ തോന്നില്ല. പക്ഷേ നല്ലൊരു കയറ്റായിരുന്നു. കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഇവർക്കൊക്കെ മതിയായി. കയറ്റം കയറി പോവല്ലേ നടന്നിട്ടാണെങ്കിലും. അങ്ങനെ കൊണ്ടുപോയ വെള്ളം ഏകദേശം എടുത്തു തുടങ്ങി. മുകളിലെത്തുമ്പോഴേക്കും പകുതിയാവും എന്നാണ് തോന്നുന്നത്. വെള്ളം താഴ്ന്ന് കൊണ്ടുവന്ന് 2-3 കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ ദൂരമുണ്ടോ? എനിക്ക് വേണ്ട, ഞാൻ കുടിച്ച്. അപ്പം നമ്മളിതാ ഇത്രയും ദൂരം നടന്ന് വന്നു കേട്ടോ. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി തൊട്ടിട്ട് വൈകിട്ട് 5 മണി വരെയാണ്. ഫ്രീ ആണ്, ടിക്കറ്റ് ഇല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. എല്ലാ ആഴ്ചയും ഓപ്പൺ ആണ്. കുറച്ചും കൂടെ പോവാ. വാ, വാ, ഓടി വാ. ഇതാ അതിൻ്റെ ഉള്ളിൽ വല്ല പുലിയെങ്ങാനും വന്ന് പിടിക്കൂട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് നടന്നതിന് ശേഷം എത്തിയൊരു സ്ഥലമാണ് ഇവിടെ കുറച്ച് പേര് അവിടെ പാറപ്പുറത്തൊക്കെ കയറിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആരുഷി പറഞ്ഞാൽ നമുക്ക് അവിടെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ കയറിയപ്പോഴാണ് അടിപൊളി കാറ്റ്. എന്ത് കാറ്റാണ്, പറന്നു പോകുന്ന വിധത്തിലുള്ള കാറ്റായിരുന്നു. സൗണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാനിത് മ്യൂട്ട് ചെയ്തിട്ടില്ല, അത്രയും കാറ്റായിരുന്നു. ഷർട്ടൊക്കെ കണ്ടില്ലേ, മക്കളെ ഡ്രസ്സും. അങ്ങനെ കയറി എത്തുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടിലം വ്യൂ ആണ്. നമ്മളെ ചുറ്റും ആ മുകളിലെത്തിയപ്പോൾ ഫുൾ ബാക്കിയെല്ലാം താന്നിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു. പേട്ടൻ പറയുകയാണ് ഇത് അവിടെ മുകളിൽ അവിടെ വരെ നമുക്ക് ഇനി നടന്നെത്തണം, അതുവരെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ജെയിൻ ടെമ്പിൾ വരുന്നത് ഏറ്റവും ടോപ്പിൽ, അവിടെ ആ മലയുടെ മുകളിലാണ് ജെയിൻ ടെമ്പിൾ വരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ സൈഡിൽ ഒരു പാർക്ക് പോലെ ഉണ്ട്. അവിടെ പുല്ലൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് പുല്ലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പുല്ലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു ബൗണ്ടറി പോലെ കെട്ടിയുണ്ടാക്കുന്ന പുല്ല്. ആ പുല്ലാണ് ഇവിടെ നല്ല ഡിസൈനിൽ വെച്ചത്. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി അവിടെ കുറച്ച് നേരം ഒന്ന് തണലുണ്ടായിരുന്നു, നല്ല തണലും കാറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് പോയി കളിക്കുകയാണ്. അപ്പോൾ ആരുഷി അവിടെ സൈഡിൽ കൂടെ പെട്ടെന്ന് അങ്ങോട്ട് എൻ്റർ ചെയ്തു. എന്നിട്ട് അയ്യൻ ചേട്ടൻ എവിടെ പോയതാണെന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോവുകയാണ് അവൾ. അങ്ങനെ ഞങ്ങൾ അവളെ ബാക്കിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്, അവൻ എവിടെയാണ് പോയതെന്ന്. അപ്പോൾ ഒരു മതിലിൻ്റെ അപ്പുറത്ത് അവൻ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഞാൻ പോകാൻ സമ്മതിച്ചില്ല. അവിടെ വല്ല പാറയൊക്കെ ഉണ്ട്, തടഞ്ഞ് താഴെ പോയിട്ടുണ്ടെങ്കിലോ നമുക്ക് കിട്ടൂലല്ലോ. അതുകൊണ്ട് വേഗം വിളിച്ച് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു.
അങ്ങനെ കുറച്ച് നേരത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി മുകളിലേക്ക് ഇനി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ സൈഡിലായിട്ട് ഭഗവതി ടെമ്പിൾ ചിത്രാൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് പിന്നെയും കയറി പോവുകയാണ്. അങ്ങനെ കുറേ നേരത്തെ ലക്ഷ്യമില്ലാത്ത നടത്തത്തിനൊടുവിൽ നമ്മൾ ആ ഒരു ചെറിയൊരു ഭാഗം കണ്ടു കേട്ടോ, ജെയിൻ ടെമ്പിളിൻ്റെ. അങ്ങനെ അത് കണ്ടപ്പോൾ മനസ്സിലായി ഏകദേശം നമ്മൾ എത്തിയെന്ന്. പിന്നെ നല്ല ഇൻട്രസ്റ്റ് ആയി, അവിടെ എത്തിയല്ലോ, നമ്മൾ പെട്ടെന്ന് നടക്കാൻ വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഓരോന്ന് ആടിപ്പാടി വരികയാണ്. മുകളിലെത്തിയതും അവസാന തുള്ളി വെള്ളം കുടിച്ച് തീർത്തു മക്കള്. ഇനി വെള്ളമില്ല, ഇനി താഴെ എത്തിയാലേ വെള്ളം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത്രയും ക്ഷീണമാണ്, നമ്മൾ അത്രയും ഇങ്ങനെ കയറി വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോകും. അപ്പോൾ അവിടെ ഒരു സൈഡിലൊരായിട്ട് പാറേൻ്റെ അവിടെ ഒരു വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. ഏട്ടൻ ഇവിടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഏട്ടൻ വരുന്നത്. അപ്പം നമ്മൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോവാണ്. ഈ പാറേൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആട്ടോ കാണാൻ. ചുറ്റുമുള്ളൊരു ഏരിയ നോക്കുമ്പം പിന്നെ അതേപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട്. അങ്ങനെ അവിടെ ഒരു എൻഡിലെത്തിയപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അവിടെ സംഭവം കണ്ടു. വെള്ളം അതാ കണ്ടില്ലേ, ഒരു പാറേൻ്റെ ഒരു കുഴിയാണ്, ആ കുഴീൻ്റെ അവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ്. അങ്ങനെ അവിടെ വരെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വേഗം ഒന്ന് പോയി കണ്ടിട്ട് പോരാ, അത്രയേ ഉള്ളൂ. വല്ലാതെ ഇറങ്ങുന്നൊന്നുമില്ല, എന്ത് വെള്ളമെന്നൊന്നും അറിയില്ലല്ലോ നമുക്ക്. അങ്ങനെ ഇറങ്ങണ്ട, ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് പോരാന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ് ഞങ്ങൾ. അവിടെ എത്തി അത് കണ്ടപ്പോൾ വിചാരിച്ചു വല്ല ആവശ്യമുണ്ടോ ആ മലയും കുന്നൊക്കെ കയറി ഇറങ്ങി വെള്ളം കാണാൻ, തിരിച്ച് പിന്നെയും കയറി പോകണ്ടേ ഏതൊക്കെ. അങ്ങനെ എങ്ങനെയൊക്കെയോ മുകളിലെത്തി നമ്മൾ ആ ടെമ്പിളിൻ്റെ അവിടെ താഴെ എത്തി ആ സ്ഥലത്തെത്തി. ഒരു പാറേൻ്റെ മുകളിൽ പാറ ഇങ്ങനെ തങ്ങിക്കിടക്കുന്ന പോലെ ഒരു സ്ഥലമാണ്. അവിടെ അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. കുറേ പേര് അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അയ്യാനോട് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പോയി ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവന് പേടിയായിരുന്നു. അതായത് മക്കൾ രണ്ടുപേരും എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇരുന്നു. ഒരു പേടിയില്ല, ഒരു കുഴപ്പമില്ല. അവൻ പറയുന്നത് ഈ പാറയെങ്ങാനും ഉരുണ്ട് നമ്മളെ തലയിൽ വീണാലോ എന്നാണ് പറയുന്നത്. അതേപോലെയാണ് ഒരു പാറ അങ്ങനെ വീണ് കിടക്കുന്ന പോലെ തോന്നും നമുക്ക്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നടന്നോ? എത്തി കഴിഞ്ഞപ്പോ എന്നാ നിനക്ക് കാറിൽ തന്നെ ഇരുന്നാ പോരായിരുന്നാ? ഞാൻ ഇത്ര നേരം നടന്നില്ലേത്. ആരുഷിയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവൾ പാവം എത്ര നേരം നടന്ന് കുഞ്ഞു മക്കളല്ലേ, കാല് വേദന എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, മുകളിൽ പോയി കണ്ടിട്ട് തിരിച്ച് പോവാം വേഗം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഭഗവതി ടെമ്പിൾ അപ്പുറത്ത് സൈഡിൽ കൂടെ പോവാം. നമ്മൾ ഇതിൻ്റെ ഇടയിൽ മുകളിലൊരു ഗോപുരം പോലെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് പോയി നോക്കിയിട്ടൊക്കെ താഴോട്ട് ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് വലിഞ്ഞ് കയറുകയാണ്. ആരുഷിയാണത്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറിയൊക്കെ നോക്കിയിട്ട് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കണ്ടപ്പോൾ വേഗം ഇൻട്രസ്റ്റ് ആയിട്ട് 3 പേരും അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഏട്ടൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുമായിരുന്നു. അച്ഛൻ കുടുങ്ങി പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത പോലെ ആയി പോകുമെന്നും പറഞ്ഞിട്ട് പേടിച്ചിട്ട് പിന്നെ കയറിയില്ല. ചെറിയൊരു സ്ഥലമാണ്, അപ്പം മക്കൾക്ക് മാത്രം കയറാൻ പറ്റുന്ന, പിന്നെ മക്കൾക്കല്ല മെലിഞ്ഞവർക്കും കയറാം കേട്ടോ. നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ റിസ്ക് എടുക്കാൻ പോയിട്ടില്ല. എന്തിനാ വെറുതെ അതിൻ്റെ ഉള്ളിൽ കുത്തി കയറിയിട്ട് കുടുങ്ങി പോയിട്ടുണ്ടെങ്കിലോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് അവിടെ നിന്ന് അവിടെ കറങ്ങിയൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവിടുന്ന് താഴെയാണ് ഈ അമ്പലം കാണുന്നത്. കണ്ടില്ല, അമ്പലത്തിൻ്റെ ആ മേൽക്കൂരയാണ് കാണുന്നത്. ഇതൊരു പാറേൻ്റെ മുകളിലുണ്ടാക്കിയതാണ് ഒരു അമ്പലം. അങ്ങനെ ഇതാണ് അവിടെ നിന്നുള്ളൊരു വ്യൂ, മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞ് ഇതൊക്കെ കണ്ടിട്ട് ഇനി നമുക്ക് തിരിച്ച് താഴോട്ടേക്ക് അമ്പലത്തിൻ്റെ അവിടേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ.
അപ്പോൾ ഈ കാണുന്നത് ഈ പാറ കൊത്തിയിട്ട് ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് കാണുന്നത്. നല്ല ഭംഗിയിൽ ആ ഒരു പാറേനെ ചെത്തിയിട്ട് ചെയ്ത ഒരു വർക്ക് ആണിത്. കണ്ടില്ലേ, നമ്മൾ വിട്ട് നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും പാറേനെ പകുതി മുറിച്ചിട്ട് ചെയ്തതാണ് ആ ഒരു സംഭവം. അപ്പോൾ ഈ പാറേൻ്റെ അടിയിലായിട്ട് ഒരു വിഗ്രഹം പോലെ എന്തോ ഒരു അമ്പലം പോലെ ഒരു സംഭവം ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ പറയുന്നത്, അയ്യോ ഇതിവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ, നമ്മൾ പോരും ഇങ്ങോട്ട് വാ, മതി അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. ഇവിടെ അതേപോലെ എന്തൊക്കെയോ വാർണിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു അമ്പലം കിടക്കുന്നത്. അപ്പോൾ ആരുഷി അവന്തിക്ക് അവിടെ ചെരുപ്പ കൂരി വെച്ചിട്ട് അമ്പലമല്ലേ, അപ്പോൾ നമ്മൾ കേട്ടത് അമ്പലത്തിൽ ചെരുപ്പ കൂരി വെച്ചിട്ടാണല്ലോ പോകണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അഴിച്ച് വെച്ചിട്ട് അവിടെ എന്താ സംഭവം എന്ന് നോക്കാൻ വേണ്ടി പോയി. നമുക്ക് പോകുന്നതിനൊരു കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയൊരു തടാകം പോലെ ഉണ്ട്, പക്ഷെ അവിടെ പോയിട്ട് കാലൊന്നും കഴുകരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ എഴുതിയതെന്ന് ചോദിക്കുകയാണ് ആരുഷി. അവന്തിക്ക് അപ്പുറത്ത് മുകളിലായി എൻ്റെ കൂടെ ഉണ്ട്. ആരുഷി ചോദിക്കാതെ എന്താ എഴുതി. അപ്പോൾ ചെരുപ്പിട്ടിട്ട് കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഉള്ളിലേക്ക് എന്താ വ്യൂ എന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് മൂന്നും കൂടെ. ഒരു പാറേൻ്റെ അടിയിലായിട്ടാണ് ഈ ഒരു ഇത് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കയറിയത് ഇതിൻ്റെ അമ്പലത്തിൻ്റെ മുകൾ ഭാഗമാണ്, പക്ഷേ അത് പാറേൻ്റെ മുകളിലായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ പിന്നെ തിരിച്ച് ഞങ്ങൾ അവിടുന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ. അപ്പോൾ അവിടെ ഈ പാറേൻ്റെ മുകളിലൊക്കെ സ്റ്റെപ്പ് പോലെ കുത്തി വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ നോക്കിയിട്ട് പറയാം, ഇതൊരു ഗുണ കേവ് ആണെന്ന് തോന്നുന്നു, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊക്കെ ഉണ്ട്, നമ്മൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിലും പിന്നെ കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കണം. അതൊരു ചെറിയ പാറ, രണ്ട് പാറയും കൂടെ കൂടി നിൽക്കുന്ന സ്ഥലമില്ല, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുകയാണ്. അങ്ങനെ ഏകദേശം ഞങ്ങൾക്ക് മതിയായ മട്ടാട്ടോ, ഇതിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെ താഴെ എത്തണ്ടേ. അപ്പോൾ മക്കൾക്കാണെങ്കിലും പിടിച്ച് വിട്ടിട്ട് നടക്കാൻ പറയാൻ പറ്റില്ല, നമ്മൾ കൈ പിടിക്കാതെ പോകാനും പറ്റില്ല, അതിൻ്റെ മുകളിൽ നിന്ന് വീണു പോയല്ലോ. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ മുകളിൽ കയറിയിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഏന്തി വലിഞ്ഞ് കയറി മറഞ്ഞ് ഇങ്ങനെ പോകാനുള്ള താഴോട്ടേക്ക് പോകണം. അപ്പം അതിൻ്റെ ഒരു ഇതിൽ നടക്കുകയാണ്. നമ്മൾ വന്ന സ്ഥലമല്ലേ ഇത്? എന്താണ് എങ്ങനെയാ നീ തിരിച്ചല്ലേ പോകണ്ടേ? അപ്പൊ സുഖമാണ്, വേഗം പോവാ. അപ്പോൾ തിരിച്ചു പോകുമ്പം കാല് വേദനിക്കൂല, ഇത്രയും ദൂരം ഇനിയും പോകണ്ടേന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണ് ആരുഷി. വേഗം വാ നമുക്ക് പോവാമെന്നും പറഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ പോവാമെന്നും പറഞ്ഞ് അങ്ങനെ ആരുഷി അവിടെ റെസ്റ്റ് എടുക്കാൻ പോവാണ്. അല്ല, നിനക്ക് ആകാശത്ത് കറങ്ങുന്ന പങ്ക കാണണ്ടേ? ഇവിടെ ഇരുന്നാൽ അത് കാണാൻ പറ്റില്ല. എന്ത് കാണണം? എന്ത്? ഹലോ, എന്താ പണി? അപ്പം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വിൻഡ് മില്ല് കാണാൻ പോകുന്നതാണ്. ഈ വൺ ഡേ ട്രിപ്പിൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആട്ടോ. അപ്പോൾ ഓരോരോ പാട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അവർക്ക് അതാണ് ആദ്യം ഇഷ്ടം, ഈ വിൻഡ് മില്ല് കാണാൻ വേണ്ടി. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ ഇവിടെ ഇതിൽ കൂടി ആയതുകൊണ്ട് ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട്. പക്ഷേ ഏകദേശം അവർക്ക് മതിയായിട്ടുണ്ടായിരുന്നു ഈ ഒരു നടത്തം. അങ്ങനെ ഞങ്ങൾ ഇനി പോവാണ് താഴോട്ടേക്ക്. വിൻഡ് മില്ലിൻ്റെത് അടുത്ത ഭാഗമായിട്ട് ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ ഒന്ന് നോക്കുമെന്ന് പറയണേട്ടോ. അതൊക്കെ അവിടെ കൊണ്ടുപോയി മുകളിൽ ഈ ഏറ്റവും ടോപ്പിൽ വരെ ഇങ്ങനെ വൃത്തിയിൽ നല്ല ഭംഗിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. ഫുട്പാത്ത് പോകുന്നൊരു വഴി നല്ല കറക്റ്റുള്ള ഷേപ്പുള്ള കല്ല്. അപ്പോൾ ഏട്ടൻ പറയുകയാണ് ഇതൊക്കെ അവിടെ കൊണ്ടുവന്ന് എന്താ തലയിലൊക്കെ വെച്ച് കൊണ്ടുവന്നതായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് കൊണ്ടുവന്നത് നമുക്കൊന്നും അറിയില്ല, പക്ഷേ എന്നാലും എന്ത് ഭംഗിയായിട്ടാണ് അവർ വെച്ചിരിക്കുന്നതെന്നറിയാം. അങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയും ചാടിക്കളിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അല്ലാതെ അവർക്ക് ഭയങ്കര ബോറടി. കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇരിക്കാനൊക്കെ സൈഡിലായിട്ടൊരു കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് നടന്ന് വരുമ്പോൾ ക്ഷീണിക്കുമ്പോൾ ഇരിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം നടന്ന് പിന്നെ ഇരുന്ന് അങ്ങനെയാണ് പോകുന്നത് ഞങ്ങൾ.
അങ്ങനെ എത്തിയ സന്തോഷമാണ് ഈ കാണുന്നത് ഓട്ടം. ദൂരെ നോക്കും നമ്മളത് അവിടെ നമ്മളെ ഗേറ്റ് കാണുന്നുണ്ട്, എൻട്രൻസ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 4:45 ആയപ്പോഴാണ് താഴെ എത്തിയത്. 4 മണിയാകുമ്പോഴായിരുന്നു മുകളിൽ നിന്ന് എത്തിയത്. പിന്നെ അവിടെ കറങ്ങി തിരിഞ്ഞൊക്കെ വന്നപ്പോഴേക്കും 4:45 ഇവിടെ എത്തിയപ്പോൾ തിരിച്ച്. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നായനെ കണ്ടപ്പോൾ ആരുഷിനെ അവന്തികനെയൊക്കെ അവൻ പിടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.